നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഫ്ലട്ടർ ബ്ലോക്ക് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഒരു സിമ്പിൾ ബ്ലോക്ക് എഴുതുന്നത്, എങ്ങനെയാണ് നമുക്കത് അത് വെച്ച് നമ്മൾ UI സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഓക്കെ, ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞ പോലെ അത് നമ്മൾ സിംപ്ലി ജസ്റ്റ് ഒരു ഫങ്ഷണാലിറ്റി മാത്രം ബ്ലോക്ക് പാറ്റേൺ വെച്ച് എഴുതിയേക്കുന്നതാണ്. ഓക്കെ, ഇൻ എ ലാർജ് സ്കെയിൽ പ്രൊജക്ട് നമുക്ക് ഇതായിരിക്കില്ല സെനാരിയോ. നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ്, ഒരുപാട് ഫങ്ഷണാലിറ്റികളൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ നമുക്ക് ഇന്നവിറ്റബിൾ ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ആൻഡ് വൈ വി നീഡ് എ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. അതല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ആവശ്യമുണ്ടോ, എപ്പോഴാണ് അത് ആവശ്യം വരിക, ഏതൊക്കെ സെനാരിയോയിലാണ് ആവശ്യം, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് ഒരു ക്ലീൻ ആർക്കിടെക്ചർ ഉപയോഗിച്ച് നമുക്കൊരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇതൊരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ്. ഈ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ പാറ്റേണിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഇൻട്രൊഡക്ടറി വീഡിയോ ആണ്. അതിൽ നമ്മൾ ബ്ലോക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ആ ബ്ലോക്ക് സീരീസിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ആ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ പോവാണ്, എന്താണ് അതെന്നുള്ളത്. നമുക്കൊരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ജമ്പ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പെർട്ടിക്കുലർ ആർക്കിടെക്ചറിൽ പോയി വർക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യാം. Then understand what is a software architecture and what is clean, especially what is clean architecture. Okay, so the very first question എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് കുറച്ച് സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറേ തിയറി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് മീ പ്ലേ ദാറ്റ് സ്ലൈഡ്സ്. ഓക്കെ, ഓക്കെ, സോ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയുന്നതാണെന്ത്, നമുക്ക് ആപ്സ് ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് UI പ്രസന്റേഷൻ ലെയർ, അതായത് യൂസർ ഇന്റർഫേസ് ബിൽഡ് ചെയ്യാൻ നമുക്കറിയാം. ഈ ഇമേജിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് എനി കോംപ്ലക്സ് വിഡ്ജറ്റ് ട്രീസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ദാറ്റ് മീൻസ് യൂസർ ഇന്റർഫേസ് നമുക്ക് ബിൽഡ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഓൾറെഡി ഫ്ലട്ടർ ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ UI നിങ്ങൾക്ക് build ചെയ്യാൻ കഴിയും. That is not a problem for us. We know some widgets and we know how to lay out that widget tree. നമുക്ക് ആ ഒരു ആസ്പെക്ട് ഒക്കെ നമുക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ബട്ട് നമുക്ക് ഇതിനകത്തേക്ക് വാട്ട് ഇഫ് വി നീഡ് ടു ആഡ് സം സ്റ്റേറ്റ്, ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് നമുക്ക് വലിയ കോംപ്ലക്സിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓൾറെഡി ഫ്ലട്ടർ ഫെമിലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് UIs നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ കഴിയും. പക്ഷേ ഞാനിവിടെ വാട്ട് ഇഫ് ഐ ആഡ് സം സ്റ്റേറ്റ്, നിങ്ങൾക്ക് ഇതിനകത്ത് സ്റ്റേറ്റ് മാനേജ് ചെയ്യണം. അതായത് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ദ UI നമുക്ക് മാനേജ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെറിയൊരു കോംപ്ലക്സിറ്റി വന്നു. ദർ ആർ ഡിഫറെൻറ്റ് സ്ക്രീൻസ്, ഡിഫറെൻറ്റ് വിഡ്ജറ്റ്സ് ആൻഡ് വി നീഡ് ടു മെയിൻറ്റെയിൻ ദ സ്റ്റേറ്റ് among all these screens. മേ ബി ചിലപ്പോൾ ചില സ്റ്റേറ്റ് നമുക്ക് പല സ്ഥലത്ത് ഷെയർ ചെയ്യുന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെറിയൊരു കോംപ്ലക്സിറ്റി ഇതിനകത്തേക്ക് വരും. ആൻഡ് അത് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് സ്റ്റേറ്റ് മാനേജ്മെന്റ് അപ്രോച്ചുകൾ കൊണ്ടുവരാം. ലൈക്ക് പ്രൊവൈഡർ ആവാം, ഓർ യു ക്യാൻ യൂസ് ഗെറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് സം സ്റ്റേറ്റ് മാനേജ്മെന്റ്. ഓക്കെ, സോ വി നോ ഹൗ ടു ബിൽഡ് UI and we somehow we tackle the state. Okay, and what if you have more complexities? ഇതിനകത്തേക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാണ്, we need to have some data from your local data source or remote data source. നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ വേണം. അപ്പോൾ നമുക്ക് API ഹാൻഡ്ലിങ് വന്നു. ഓക്കെ, സോ നമ്മളൊരു സ്റ്റെപ്പ് ഫർദർ എന്ത് ചെയ്തു, അതിനകത്തേക്ക് കുറച്ച് കോംപ്ലക്സിറ്റി കൂടി വന്നു. സോ യു ഹാവ് ടു മാനേജ് ദ സ്റ്റേറ്റ്, യു ഹാവ് ടു ബിൽഡ് ദ UI and you have to present the UI based on the data you are fetching from the API and either from a remote data source or it can be from
എ ലോക്കൽ ഡാറ്റ സോഴ്സ്, ഒരു ലോക്കൽ ഡാറ്റാബേസിൽ നിന്ന് വരുന്ന ഡാറ്റ ആവാം. അപ്പോൾ ഇത് കോംപ്ലക്സ് ആയി വരികയാണ്. അതായത് തിങ്സ് ആർ ഗെറ്റിംഗ് മോർ കോംപ്ലക്സ്. ഓക്കെ, സോ ഈ ഒരു സെനാരിയോയില് നമുക്ക് somehow you can manage it. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്, വി യൂസ് സം സ്റ്റേറ്റ് മാനേജ്മെന്റ്, and we are fetching data from the remote source, and we are fetching data from the local database. And here comes one more complexity. You have some login screen, അതല്ലെങ്കിൽ authentication functionality നമുക്കുണ്ട്. Somehow you can think about it as some role based authentication, and based on the role you have to move into some different screens. അല്ലെങ്കിൽ ഇപ്പോൾ യൂസർ ആണെങ്കിൽ റോൾ യൂസർ ആണെങ്കിൽ you have to show the user screen, the user home page, if it is admin or whatever. So അപ്പോൾ അങ്ങനത്തെ കോംപ്ലക്സിറ്റീസ്, and that means you have some business logic, and based on the data you are fetching from your DB, you have to do some business logic, and you have some complex business logic to implement on your data. Okay, now you can see it is something messy. അതായത് ഇവിടെ നമുക്ക് എന്ത് വന്നു, അതായത് ഭയങ്കര കോംപ്ലക്സ് ആയി മാറിയ ആപ്ലിക്കേഷൻ. എവറി തിങ് ഇസ് ടൈഡ് ടുഗദർ ഓർ കപ്പിൾഡ് ആണ് എല്ലാതും, ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ദെൻ but you can somehow you manage to achieve the functionalities. നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ആർക്കിടെക്ചർ ഒന്നും ഫോളോ ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം കോംപ്ലക്സിറ്റീസിലെ ആപ്ലിക്കേഷൻസ് നമുക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ, പക്ഷേ യുവർ കോഡ് ഇസ് ലൈക്ക് എ മെസ്. എല്ലാ കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ലിങ്ക് ടുഗദർ അല്ലെങ്കിൽ കപ്പിൾഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് here comes the last thing, you need to do some testing. നമ്മളെ ആപ്ലിക്കേഷനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു ഡൂ ടെസ്റ്റിംഗ്. നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് ചെയ്യണം, വിഡ്ജറ്റ് ടെസ്റ്റ് ചെയ്യണം, ഇന്റഗ്രേഷൻ ടെസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ ഡിഫറെന്റ് ടെസ്റ്റിങ്സ് നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ ദ ഇഷ്യൂ ഈസ്, നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഈ പാർട്ടുകൾ ടെസ്റ്റ് ചെയ്യാൻ ഇപ്പൊ നമ്മൾ അപ്രോച്ച് ചെയ്ത സെനാരിയോ പ്രകാരം ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് എല്ലാതും കപ്പിൾഡ് ആയിരിക്കും അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും. അപ്പോൾ ഇത്തരം സെനാരിയോയില് ആണ് നമ്മളുടെ ഇവിടെ കടന്നു വരുന്നത് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ഇവിടെ വരുന്നത്. ഇവരെ ഇപ്പോഴുള്ള സെനാരിയോയിൽ എവറിത്തിങ് ഇസ് സ്റ്റിക്ക് ടുഗദർ. ദെൻ you can't test it again, അല്ലെങ്കിൽ ടെസ്റ്റ് ഇറ്റ് ഇൻഡിവിജ്വലി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് സപ്പോസ് യു വാണ്ട് ടു ചേഞ്ച് എ പെർട്ടിക്കുലർ വിഡ്ജറ്റ്, and maybe that depends upon some state, and you have to manage that. And എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പാർട്ടിനെ മാത്രമായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ് ലോജിക്ക് ചേഞ്ച് ചെയ്താൽ മേ ബി ദാറ്റ് വിൽ അഫക്ട് സം അതർ തിങ്. Suppose if I change the state management thing, that will affect other thing. If you change the APIs, and that may affect some other parts of your widgets, അല്ലെങ്കിൽ നമ്മൾ UI അഫക്ട് ചെയ്യും, ബിസിനസ് ലോജിക് അഫക്ട് ചെയ്യും. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരം ഒരു സെനാരിയോയിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ വരുന്നത്. സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് സെപ്പറേറ്റ്സ് ആൻഡ് സോർട്ട് യുവർ പ്രൊജക്ട് into different layers. അതായത് നമ്മളുടെ പ്രൊജക്റ്റിനെ it divides your project into different layers, or simply you can it sorts out. അല്ലെങ്കിൽ നമുക്ക് UI വേറെ, ലോജിക് വേറെ, then your data വേറെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഇൻഡിപെൻഡന്റ് ലെയേഴ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അപ്പൊ ഇവിടെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് it gives you some structure to your project. Okay, and then your code, it separates your code into different layers, and it can be easily maintainable and manageable. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഇംപ്ലിമെന്റ് ദാറ്റ് സെപ്പറേഷൻ ഓഫ് കൺസേൺ, ആൻഡ് ഇറ്റ് ഈസ് ഈസിലി മെയിൻറ്റൈനബിൾ, ഈസിലി മാനേജബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ് സം ആർക്കിടെക്ചർ മോഡൽ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലീൻ ആർക്കിടെക്ചർ മോഡൽ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Maybe some of you already know what is clean architecture, and already Flutter വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓൾറെഡി ക്ലീൻ ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. I'm going to, and ഇതിലുള്ള ഡിഫിക്കൽട്ടി എന്ന് വിളിക്കുന്നത് ആസ് എ ബിഗിനർ, ഇതിലുള്ള ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് മേ ബി നമ്മൾ ഒരു വീഡിയോ നോക്കി അതല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരാളെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ആള് ഉപയോഗിക്കുന്ന സ്റ്റൈൽ ഓഫ് കോഡിങ് അല്ലെങ്കിൽ വേ ഓഫ് ആർക്കിടെക്ചറോ ആയിരിക്കില്ല മേ ബി വേറൊരാള്
ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസ് ലെവൽ ആപ്പിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ട് ഇതായിരിക്കും. നിങ്ങൾ പഠിച്ച ആ ഒരു ആർക്കിടെക്ചർ ആയിരിക്കില്ല മേ ബി സം അതർ പീപ്പിൾ അല്ലെങ്കിൽ നമ്മളെ കമ്പനിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഇതിലൊരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു ക്ലീൻ ആർക്കിടെക്ചർ ആണ് ആൻഡ് ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ട് നമ്മളുടെ പ്രൊജക്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആ ലെയേർഡ് ആർക്കിടെക്ചർ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ഇഫ് യു പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലെയേർഡ് ആർക്കിടെക്ചർ, യു ക്യാൻ ഫിറ്റ് യുവർ സെൽഫ് ഇൻ ടു എനി ടീം. ഈ ഒരു ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്യുന്ന ഏത് ടീമിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ അതിനെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് എ ബിറ്റ് ടഫ് ഫോർ ന്യൂ കമേഴ്സ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇതിലേക്ക് വരുന്ന ആളുകൾക്ക് മേ ബി ഒരു ന്യൂ കൺസെപ്റ്റ് ആയിരിക്കും. മേ ബി അവർക്ക് ഇങ്ങനെ തിങ്ക് ചെയ്യും, എന്തിനാ എത്ര കോംപ്ലക്സിറ്റിയിലേക്ക് പോകുന്നത്, ഇതല്ലാണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുമോ. ബട്ട് മേ ബി യു ക്യാൻ ഡു ദാറ്റ്. ബട്ട് ഇതിനകത്തുള്ള ഇഷ്യൂ ഇതാണ്, നിങ്ങൾക്ക് സ്കെയിലബിലിറ്റി, പ്രൊജക്ടിന്റെ സ്കെയിലബിലിറ്റി, മെയിൻറ്റെയിനബിലിറ്റി, അത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കറക്റ്റ് ആർക്കിടെക്ചർ ഇല്ലെങ്കിൽ യു ഹാവ് ടു സി വാട്ട് ഐ കോൾ, നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മൊത്തം സാധനത്തെ അഴിച്ചു പണിതാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ചെറിയ ചേഞ്ച് പോലും ചിലപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ആർക്കിടെക്ചറിലേക്ക് പോവാം. നമ്മൾ നോക്കാൻ പോകുന്നത് ആർക്കിടെക്ചർ, സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ക്ലീൻ ആർക്കിടെക്ചറിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അപ്പൊ അതില് ഐ ഹാവ് സം ഇമേജസ് ഫോർ യു, ഓർ ഞാൻ കുറച്ച് സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ layered architecture, and these are the different layers. You have application layer, you have domain layer, then you have the data or infrastructure layer, and each layer has its own functionalities. Okay, so application layer normally is the presentation layer. That means what user sees. നമ്മൾ എന്താണോ യൂസർ കാണുന്നത് അതാണ് ആപ്ലിക്കേഷൻ ലെയറിലുണ്ടല്ലോ വരുന്നത്. And it holds the UI. Most often it is a stateless UI because we are using some സ്റ്റേറ്റ് മാനേജ്മെന്റ് അപ്രോച്ച് ടു ഹാൻഡിൽ ദ സ്റ്റേറ്റ്. അപ്പോൾ നമ്മളുടെ UI എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഡ്ജറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫൺ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റുകളായിരിക്കും. ബിക്കോസ് വി ആർ ഹാൻഡ്ലിംഗ് ദ സ്റ്റേറ്റ് ഔട്ട്സൈഡ് ഓഫ് ദാറ്റ് UI. ആ UIക്ക് പുറത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്റ്റേറ്റ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ആപ്ലിക്കേഷൻ ലെയർ ഓൾസോ ഹോൾഡ്സ് ദ സ്റ്റേറ്റ് മാനേജ്മെന്റ് ലോജിക്. ഈ ആപ്ലിക്കേഷൻ ലെയറിനകത്ത് വരുന്നത് തന്നെയാണ് എന്ത്, നമ്മളുടെ സ്റ്റേറ്റ് മാനേജ്മെന്റ് ലോജിക് എന്ന് പറയുന്നത്. മേ ബി ഇറ്റ് ക്യാൻ ബി സംതിങ് ലൈക്ക് ബ്ലോക്ക് ആവാം, പ്രൊവൈഡർ ആവാം, വാട്ട് ഓവർ, ഏത് സ്റ്റേറ്റ് മാനേജ്മെന്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് ആർക്കിടെക്ചർ, അല്ലെങ്കിൽ സ്റ്റേറ്റ് മാനേജ്മെന്റ് പാറ്റേൺ ആണ് ബ്ലോക്ക് എന്നുള്ളത്. അപ്പൊ നമ്മൾ ബ്ലോക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് യു ക്യാൻ യൂസ് എനിത്തിങ്. ദെൻ ദ ഡൊമൈൻ ലെയർ. സി ഡൊമൈൻ ലെയർ is the space where actually your logic resides. നമ്മളുടെ ലോജിക് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, കോംപ്ലക്സ് ബിസിനസ് ലോജിക് നമ്മൾ എഴുതുന്നത് ഇവിടെ ആയിരിക്കും. ദാറ്റ് ഇസ് എ ഇന്നർ മോസ്റ്റ് ലെയർ. ആൻഡ് ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാം ദാറ്റ് ഇസ് എ ഇന്നർ മോസ്റ്റ് ലെയർ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് സം എൻറ്റിറ്റീസ്, യൂസ് കേസസ്, ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് എൻറ്റിറ്റീസ് ആൻഡ് വാട്ട് ഈസ് യൂസ് കേസസ്. Okay, then the last layer is your data layer, and it contains data models, adapters. That means it handles the external communication. നമ്മളുടെ ആപ്പും എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് മേ ബി നമ്മളുടെ റിമോട്ട് ഡാറ്റ സോഴ്സിൽ നിന്ന് ഡാറ്റ എടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ, ഓർ അതാണ് നമ്മുടെ ഡാറ്റ അഡാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം എവിടെയായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക, യോ ഡൊമൈൻ ലെയർ, നോ ഡാറ്റ ലെയറിലായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ദീസ് ആർ ഇപ്പൊ ഞാൻ പറഞ്ഞാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് വിൽ എക്സ്പ്ലെയിൻ ഈച്ച് ലെയർ ഇൻ ഡീറ്റെയിൽ. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യത്തെ ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയർ, it actually holds the UI. Okay, and this is the layer, the full abstraction of the layer. You have application layer, and I use the color codes here, and this blue color, then you have an orange color and green color. Okay, then the widgets and the presentation logic. That means the application layer holds your stateless widgets, and we'll explain each and every layer in detail. Okay, I hope you got the point and got the different layers in the architecture: application, domain, and data or infrastructure layer. Okay, and this is a demo of that different layer interaction. എങ്ങനെയാണ് ഇത് interact ചെയ്യാന്നുള്ളതിന്റെ just ഒരു demonstration ആണ്. I'll explain this thing. Okay, then take the next slide. Okay, this is an application layer.
See, it holds a stateless UI, like, and it also holds the state management logic. നമ്മളുടെ സ്റ്റേറ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രസന്റേഷൻ ലോജിക് ഹോൾഡ് ചെയ്യുന്നത് ഈ ലെയറിലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ചേഞ്ച് നോട്ടിഫയർ ആവാം, അതല്ലെങ്കിൽ നമ്മളുടെ ബ്ലോക്ക് സ്റ്റേറ്റ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ബ്ലോക്സ് ആവാം സ്റ്റേറ്റ് മാനേജ്മെന്റ്. ഇതെല്ലാം വരുന്നത് എവിടെയായിരിക്കും? ആപ്ലിക്കേഷനിലായിരിക്കും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ ഒരു ഫോൾഡർ ഉണ്ടാക്കി പേജസ് വേണ്ടി. ആ പേജസിനകത്ത് വി ക്രിയേറ്റഡ് സം പേജ് അഡ്വൈസ് സംതിങ് ഓർ കോഡ് സംതിങ്. ദെൻ ഇൻസൈഡ് നമ്മൾ ഒരു കോഡ് ബ്ലോക്ക് എഴുതി. ആൻഡ് ഓൾ ദോസ് തിങ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയ കാര്യങ്ങളൊക്കെ എന്താണ്? ആപ്ലിക്കേഷൻ ലെയറിലാണ് എഴുതിയത്. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഡൊമൈൻ ലെയറും ഇൻഫ്രാസ്ട്രക്ചർ ലെയറും ഒന്നും എഴുതിയിട്ടില്ല. വി ജസ്റ്റ് റോട്ട് സംതിങ് ഫോർ ദറ്റ് ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, ദെൻ ഇവിടെ ഹാപ്പൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ അവിടെ കഴിഞ്ഞ എക്സാമ്പിൾ ചെയ്തത്, ഇപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണണം, അതിനെ റെഫർ ചെയ്തിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ജനറിക് ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ യൂസർ ഇന്റർഫേസിന് ഈ UI-ക്കകത്തുനിന്ന് സപ്പോസ് യൂസർ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു, ദെൻ ആ ഈവന്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ബട്ടൺ ക്ലിക്ക് ഈവന്റ് നമ്മൾ എന്ത് ചെയ്യും? മാനേജ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യത്തിന്റെ ലോജിക്ക് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. നമ്മൾ പ്രസന്റേഷൻ ലോജിക് എന്ന് പറയുന്നത് എവിടെ എഴുതിയിട്ടുണ്ടാവും? ബ്ലോക്കിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ചേഞ്ച് മേ ബി പ്രൊവൈഡറിലോ ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ദെൻ ബ്ലോക്ക് വിൽ നോ, അല്ലെങ്കിൽ ബ്ലോക്ക് വിൽ ഓൾറെഡി ഹാവ് an understanding that what to do when that event occurs. And അതനുസരിച്ച് ബ്ലോക്ക് എന്ത് ചെയ്യും? ഞാൻ ബ്ലോക്കിനെ റെഫർ ചെയ്തിട്ടാണ് പറഞ്ഞത്. അതനുസരിച്ച് ബ്ലോക്ക് എന്ത് ചെയ്യും? ഡു സം ഓപ്പറേഷൻസ്, then it is going to emit some state, and based on that state the UI is going to ചേഞ്ച് അക്കോർഡിംഗ്ലി. ഇതാണ് ഇവിടെ ഹാപ്പൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ഇതിനാണ് നമ്മൾ പ്രസന്റേഷൻ ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രസന്റേഷൻ ലോജിക്കും UI-യും എല്ലാം വരുന്നത് എവിടെയായിരിക്കും? നമ്മളുടെ ആപ്ലിക്കേഷൻ ലെയറിലായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയർ ഹോൾഡ്സ് എ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. ആൻഡ് നോർമലി വി യൂസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ബിക്കോസ് we are going to use some other technique for managing the state. We don't need any stateful widgets. Okay, we are managing the state outside of this UI. ആ UIയുടെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ പോകുന്നത്. Then it also holds the state management logic, and it accepts even from the UI. And this presentation logic ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഈവന്റ്, അതായത് ബട്ടൺ ക്ലിക്ക് ആവാം, ഡബിൾ ക്ലിക്ക് ആവാം, ഓൺ ടാപ്പ് ആവാം, മേ ബി ലോഡിങ് ആവാം, ഇത്തരം ഈവന്റ്സ് ഒക്കെ എന്തായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്? UI-യിൽ നിന്നും ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ ടു യു വാട്ട് ഈസ് ആപ്ലിക്കേഷൻ ലെയർ, എന്താണ് ആപ്ലിക്കേഷൻ ലെയറിനകത്ത് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് ഇസ് യുവർ ഡൊമൈൻ ലെയർ. And this is the innermost layer, and this is the core layer. Like this is the innermost layer. ഇതിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഇറ്റ് ഹോൾഡ്സ് എ ബിസിനസ് ലോജിക്. ബിസിനസ് ലോജിക് ആൻഡ് പ്രസന്റേഷൻ ലോജിക്, നേരത്തെ പറഞ്ഞ പ്രസന്റേഷൻ ലോജിക് ആൻഡ് ബിസിനസ് ലോജിക്, ഇത് രണ്ടും രണ്ടാണ്. ഫോർ എക്സാമ്പിൾ, പ്രസന്റേഷൻ ലോജിക് ഡിസൈഡ്സ് ഹൗ ടു പ്രസന്റ് അല്ലെങ്കിൽ വാട്ട് ടു പ്രസന്റ് എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രസന്റേഷൻ ലോജിക്കിനകത്ത് എഴുതുന്നത്. ഈ ബിസിനസ് ലോജിക്കിനകത്ത് ഫോർ എക്സാമ്പിൾ ഒരു സെനാരിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാബേസിൽ പോയി ഡാറ്റ എടുത്തു വരണം. You got some data, okay, and if you want to apply some logic, and if you want to do some operations on data, അല്ലെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് മാനിപ്പുലേഷൻ ചെയ്ത് we are finding something from the data and we are presenting that result to the user. അവിടെ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് കിട്ടിയ ഡാറ്റയിൽ നമ്മൾ കുറച്ച് ഓപ്പറേഷൻ ചെയ്തു. ദാറ്റ് ഈസ് എ കോർ ബിസിനസ് ലോജിക്, നമ്മുടെ എക്സാക്ട് ബിസിനസ് ലോജിക് ആണ്. സി, ഐ എം ഗോയിങ് ടു ഫെച്ച് ഓൾ ദ കസ്റ്റമേഴ്സ് ആൻഡ് ഐ വാണ്ട് ടു ഫൈൻഡ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന കസ്റ്റമർ ഏതാണ്, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത ആളാണ്. ഇങ്ങനത്തെ കുറെ സം ലോജിക്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. അങ്ങനത്തെ കുറച്ച് ലോജിക് നമ്മൾ ഈ ഡാറ്റയിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. അതാണ് ബിസിനസ് ലോജിക് എന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ അത് റിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കിടക്കുന്നത് ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡൊമൈൻ ലെയറിന്റെ ഉള്ളിലായിരിക്കും. ആൻഡ് ഐ ജസ്റ്റ് ഇവിടെ ഒരു സ്പെല്ലിംഗ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് നോട്ട് ആപ്ലിക്കേഷൻ, ദിസ് ഇസ് ഡൊമൈൻ. ഇവിടെ ഞാൻ എഴുതിയത് ദിസ് ഇസ് നോട്ട് ആപ്ലിക്കേഷൻ. ഓക്കെ, ദാറ്റ് മേ ബി ഞാൻ ടൈപ്പ് ചെയ്ത് വിട്ടുപോയതാണ്. ഓക്കെ, സോ പ്ലീസ് കറക്റ്റ് ദാറ്റ്. It is the innermost layer, and it holds a business logic, and it contains some use cases and entities. And what is a use case? Use case is simply a method. Okay, മേ ബി ഒരു മെത്തേഡാണ് എന്ത് യൂസ് കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, സപ്പോസ് യു വാണ്ട് സം ഡാറ്റ ഫ്രം ദ API, then the user clicks a button, then that event is added to the block, then the block calls the use case.
ആൻഡ് ബ്ലോക്ക് നേരെ പോയി ഡാറ്റ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് നമ്മൾ ബ്ലോക്ക് തന്നെ അവിടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ലോജിക്ക് ഹാൻഡിൽ ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ആൻഡ് ബ്ലോക്ക് ഇസ് കോളിംഗ് ദ യൂസ് കേസ്. ആ യൂസ് കേസ് ആണ് എന്ത് ചെയ്യുന്നത്. ദെൻ ദ യൂസ് കേസ് ഇൻഫോംസ് ദ റെപ്പോസിറ്ററീസ്. ദെൻ റെപ്പോസിറ്ററി എന്ത് ചെയ്യാണ്, റെപ്പോസിറ്ററി നമ്മളുടെ entity അല്ലെങ്കിൽ ഡൊമൈൻ ലെയറിൽ ഡാറ്റ ലെയറിൽ പോയി പറയണ ഹേ ഐ നീഡ് സം ഡാറ്റ, ഓക്കെ ഗെറ്റ് സം ഡാറ്റ ഫ്രം യുവർ API. ദെൻ ദാറ്റ് API ഹാൻഡ്ലിംഗ് ഒക്കെ അവിടെയാണ് നടക്കുന്നത്. ദെൻ യു വിൽ ഗെറ്റ് സം ഡാറ്റ. ആ ഡാറ്റയാണ് എന്ത് ചെയ്യുന്നത്, വി ആർ പ്രസന്റിങ് ടു ദ യൂസർ. അതിൽ നമ്മൾ ബിസിനസ് ലോജിക് അപ്ലൈ ചെയ്ത് അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വി ആർ പ്രസന്റിങ് ടു ദ യൂസർ. അപ്പൊ ഇവിടെ യൂസ് കേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംപ്ലി എ മെത്തേഡ്. Then what is then entity? Entity is nothing but these are objects. For example, ഇപ്പൊ കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, സി ഐ വാണ്ട് ടു ഗെറ്റ് എ കോട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബ്ലോക്ക് ആഡ് ചെയ്തു. ആ ബ്ലോക്കിന്റെ ഉള്ളിൽ നമ്മൾ ലോജിക് എഴുതി, ആഫ്റ്റർ എവറി 3 seconds യു ആർ ഗെറ്റിംഗ് എ കോട്ട്. ഓക്കെ, കോട്ടിന് നമ്മളൊരു ടൈപ്പ് കൊടുത്തിരുന്നു, നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നത് സ്ട്രിങ് ആയിരുന്നു. ആ ഒരു സ്റ്റേറ്റ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നത് വി ആർ ഗെറ്റിംഗ് എ സ്ട്രിങ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ടൈപ്പ്. അതൊരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അതാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതൊരു സിമ്പിൾ എൻറ്റിറ്റി ആണ് നമ്മൾ എഴുതിയത് ഒബ്ജക്റ്റ്. മേ ബി നമുക്ക് ഒരു കോംപ്ലക്സ് എൻറ്റിറ്റി ആവാൻ ചിലപ്പോൾ റിട്ടേൺ ചെയ്ത് വരുന്നത്. ഇപ്പൊ ഡാറ്റാബേസിൽ നിന്ന് ഒരു കസ്റ്റമർ ഡാറ്റ എടുത്തുകൊണ്ട് ഞാൻ പറയാം, അതൊരു സിമ്പിൾ നെയിം ആയിരിക്കില്ല. മേ ബി കസ്റ്റമറുടെ ഓൾ ഡാറ്റ ഉണ്ടായിരിക്കും. നെയിം കാണും, ID കാണും, ഇമേജ് കാണും, വാട്ട് എവർ ഡാറ്റ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉണ്ടായിരിക്കും. സോ അപ്പൊ നമുക്ക് DBയിൽ നിന്നും വന്ന ഡാറ്റയെ എന്ത് ചെയ്യും, നമ്മൾ ഈ എൻറ്റിറ്റി ആക്കി മാറ്റിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, യു ആർ ഗിവിംഗ് ദാറ്റ് എൻറ്റിറ്റി ടു യുവർ വാട്ട് നേരത്തെ പറഞ്ഞ യൂസ് കേസ്. ദെൻ മുകളിലേക്ക് നമ്മൾ ആ ഇമേജ് ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ ആദ്യം കണ്ട ഇമേജ്, ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടി, വി ഗോട്ട് എൻറ്റിറ്റീസ്. ദെൻ യൂസ് കേസ് അത് എന്ത് ചെയ്യും, പ്രസന്റേഷൻ ലോജിക്കിന് കൊടുക്കും. ഇങ്ങനെയായിരിക്കും ആ ഒരു ഫ്ലോ പോകുന്നത്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് ലെയർ എന്ന് പറയുന്നത്, ഇതിലെ ലാസ്റ്റ് ലെയർ എന്ന് പറയുന്നത് നമ്മളുടെ ഡാറ്റ ലെയർ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ലെയർ ആണ്. സി ഇവിടെ നമുക്ക് റെപ്പോസിറ്ററി എന്നൊരു വാക്കുണ്ട്. ആൻഡ് ദിസ് റെപ്പോസിറ്ററി ഇറ്റ്സ് ഇൻ ദ ഡൊമൈൻ ലെയർ ആൻഡ് ഇറ്റ് ഓൾസോ ഇൻ ദ വാട്ട് ലെയർ, യുവർ ഇൻഫ്രാസ്ട്രക്ചർ ലെയർ, ബിക്കോസ് ദിസ് ആക്ട് ആസ് എൻ ഇന്റർഫേസ് ബിറ്റ്വീൻ യുവർ ഡൊമൈൻ ലെയർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലെയർ. ഓക്കെ, സോ നമുക്കത് എന്താന്ന് നോക്കാം. റെപ്പോസിറ്ററി എന്താന്നുള്ള കാര്യം, എന്തായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഇതില് നമ്മുടെ നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇപ്പൊ ഡാറ്റ ലെയർ ആണ്. ഓക്കെ, സോ repositories are nothing but they are just classes, okay, and that act as an interface between your data layer and your domain layer. Okay, so ഇവിടെ എന്തായിരിക്കും ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ലെയറിൽ ഹാപ്പൻ ചെയ്യുന്നത്, ഇറ്റ് കണ്ടെയ്ൻസ് or it handles every external communication. അതായത് നമ്മളുടെ ആപ്പിന് പുറത്തുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എവിടെയായിരിക്കും, ഈ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഡാറ്റ ലെയറിൽ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ലെയറിലായിരിക്കും. ഇറ്റ് കണ്ടെയ്ൻസ്, സോ അപ്പൊ അവിടെ എന്തുണ്ടായിരിക്കും, ഇറ്റ് കണ്ടെയ്ൻസ് അഡാപ്റ്റേഴ്സ് ഫോർ ദ എക്സ്റ്റേണൽ വേൾഡ്. അതായത് എക്സ്റ്റേണൽ വേൾഡ് മീൻസ് മേ ബി യു വാണ്ട് സം ഡാറ്റ ഫ്രം യുവർ API or you want some data from your local data source. അപ്പോൾ മേ ബി അത് ഇന്റേണലി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷനുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയേക്കുന്നത് എവിടെയായിരിക്കും, നമ്മളുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ലെയറിലായിരിക്കും. ദിസ് ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം, API ഹാൻഡ്ലിംഗ് ആൻഡ് ലോക്കൽ ഡാറ്റ സോഴ്സ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ ഇതിനുള്ള അഡാപ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ എഴുതുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ API ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, വി റോട്ട് സം ഫങ്ഷൻസ്, API കോൾ ചെയ്യുന്നു, ദെൻ API നമുക്ക് JSON ഡാറ്റ തിരിച്ചു തരുന്നു. ആ JSON ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, മോഡൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ആ മോഡൽ കൺവേർട്ട് ചെയ്ത ഒബ്ജക്റ്റിനെ എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ പാസിംഗ് ഇൻ ടു ദ UI. ഓക്കെ, സോ ഈ കാര്യം അതായത് ആ JSON ഡാറ്റ കിട്ടുന്നു APIയിൽ നിന്നും. ദെൻ ആ JSON ഡാറ്റയെ നമ്മൾ പാഴ്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്ന ഒബ്ജക്റ്റിലേക്ക് മോഡൽസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ മാറ്റുന്നു. ദെൻ ഇത്തരം കാര്യങ്ങൾ മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് എവിടെയായിരിക്കും, ഈ ഡാറ്റ ലെയറിനകത്തായിരിക്കും. ഓക്കെ,
അപ്പൊ ഇവിടെ നമ്മൾ നടക്കുന്ന എന്തായിരിക്കും, ഈ മോഡൽസ് എന്തിനായിരിക്കും ഉപയോഗിക്കുക? അപ്പൊ മോഡൽസ് ആർ യൂസ്ഡ് ഫോർ, ഇവിടെ എഴുതിയ മോഡൽസ് ആർ യൂസ്ഡ് ഫോർ parsing the raw data we are getting back from the data source. For example, അത് മേ ബി JSON ഫോർമാറ്റിലായിരിക്കും, അതിനെ നമ്മൾ എന്തായിട്ട് മാറ്റും, ഡാറ്റ് ഒബ്ജക്റ്റിലേക്ക് മാറ്റും. Then these models hand over this data to the repository. Then repository will hand over that data to the entities. Okay, then entities to use cases, then use cases to the your presentation logic. ഇതായിരിക്കും എന്ത് ഇതിനകത്ത് ഹാപ്പൻ ചെയ്യുന്നത്. സോ അപ്പൊ നമ്മളൊരു ഫ്രം ബോട്ടം അപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ താഴെ നിന്ന് മുകളിലേക്ക്, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഇമേജ്, ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഇമേജ് എടുക്കുക. ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഓക്കെ, യു ആർ ഗെറ്റിംഗ് ഡാറ്റ ഫ്രം API and that is passed to models and models is hand over. ശരിക്കും ആക്ച്വലി റിക്വസ്റ്റ് എവിടെ നിന്നാണ് വന്നത്? ഫ്രം ദ വിഡ്ജറ്റ്സ്. നമ്മൾ എന്ത് ചെയ്തു, UI നിന്ന് നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഐ നീഡ് ടു ഗെറ്റ് ദ കറണ്ട് ലൊക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് ലൊക്കേഷൻ കിട്ടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഐ ജസ്റ്റ് ഹാൻഡ് ഓവർ ദാറ്റ് റിക്വസ്റ്റ്. ഞാനത് ആ ഫ്ലോ പറയുന്നുണ്ട്. വിഡ്ജറ്റ്സിൽ നിന്ന് നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഫെച്ച് ദ കറണ്ട് ലൊക്കേഷൻ. അപ്പൊ നമ്മൾ ആ പ്രസന്റേഷൻ ലോജിക്കിന് അത് കൊടുത്തു, മേ ബി സ്പെസിഫിക്കലി ബ്ലോക്കിന് കൊടുത്തു. That event is added to the block. Then block calls the use case. Okay, then use case എന്ത് ചെയ്തു, use case നേരെ എന്ത് ചെയ്തിട്ടുണ്ടാവും, യൂസ് കേസ് അതിന് എന്ത് ചെയ്തു, റെപ്പോസിറ്ററി. ദെൻ റെപ്പോസിറ്ററി ഈ റിക്വസ്റ്റ് എവിടെ ചെന്നു, API വന്നു. ദെൻ യു ആർ ഗെറ്റിംഗ് സം ഡാറ്റ ബാക്ക്. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, യു ആർ ഗെറ്റിംഗ് ഡാറ്റ. ആ ഡാറ്റ മേ ബി JSON ആയിരിക്കും, അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സം JSON ഫോർമാറ്റിലുള്ള ഡാറ്റയാണ് നമുക്ക് വന്നത്. ലൊക്കേഷൻ ആയാലും വാട്ട് എവർ ഡാറ്റ, മോസ്റ്റ് ഓഫൺ വി യൂസ് JSON ഫോർമാറ്റ്. Then that data is passed to the models, and ഞാൻ അരോമാക്ക് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്, passed to the models, then hand over to the repository, and repository will return the entities. Then entities give the data to the use cases. Then the presentation logic, that means block now got data. ഈ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ മേ ബി എ ഡാറ്റ ഓർ എൻ എറർ, അതല്ലെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഏത് സ്റ്റേറ്റ് എമിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് ബ്ലോക്കിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും. And if you are getting data, you are going to emit നമ്മളെ ഡാറ്റ ലോഡഡ് സ്റ്റേറ്റ് നമ്മൾ എമിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതനുസരിച്ച് UI എന്ത് ചെയ്യും, ഓക്കെ UIയോട് പറയണം എന്തൊക്കെ, ഹലോ ഗോ ആൻഡ് അപ്ഡേറ്റ് ദ UI ബിക്കോസ് ന്യൂ ഡാറ്റ ഈസ് ഓൺ ദ വേ. അപ്പൊ എന്ത് ചെയ്തു, അതനുസരിച്ച് UI എന്ത് ചെയ്യും, UI വിൽ ഗെറ്റ് അപ്ഡേറ്റഡ്. സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സ്റ്റേറ്റ് മാനേജ് ചെയ്തു. നമ്മളെ പ്രൊജക്റ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രക്ചേർഡ് വേയിലാണ് കോഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഇപ്പൊ നമ്മൾ ഒരു ചെറിയ പ്രൊജക്ട് എടുത്താലും യു ഗോട്ട് ലോഡ് ഓഫ് ഫയൽസ്, കുറേ ഫയൽസ്, നമ്മൾ കുറേ ഫോൾഡേഴ്സ്, കുറേ ഫയൽസ്, ഡിഫറെന്റ് മോഡൽസ് ഒക്കെ നമ്മൾ എഴുതേണ്ടി വരും. പക്ഷെ എഴുതുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും ഒരു ചെറിയ കാര്യം ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇത്രയും ഫയൽസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യണോ എന്നുള്ളത്. ബട്ട് ഫ്യൂച്ചറിൽ നമുക്ക് മനസ്സിലാവുന്നത് ദിസ് is the best way, because ഇവിടെ suppose you change the logic. Okay, നമ്മളുടെ ലോജിക് ചേഞ്ച് ചെയ്തു, പക്ഷെ അതെന്ത് ചെയ്യില്ല, നമ്മളുടെ പ്രസന്റേഷനെ ഒരിക്കലും അഫക്ട് ചെയ്യില്ല. if you want to change the UI, it never going to affect your business logic. You don't have to write anything in that business logic. Suppose you are going to change your repositories, നമ്മുടെ റെപ്പോസിറ്ററി അല്ലെങ്കിൽ ഡാറ്റ ഹാൻഡ്ലിംഗ് നമുക്ക് ചേഞ്ച് ചെയ്യണം, ആൻഡ് യു ഡോണ്ട് ഹാവ് ടു ടച്ച് യുവർ പ്രസന്റേഷൻ, അതല്ലെങ്കിൽ ബിസിനസ് ലോജിക് മേ ബി ടച്ച് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം കുറെ അഡ്വാൻറ്റേജ് ഇതിനകത്തുണ്ട്. ബിക്കോസ് എവറിത്തിങ് ഇസ് ഡീകപ്പിൾഡ്, അല്ലെങ്കിൽ ഇത് ഡിപ്പെൻഡന്റ് അല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എല്ലാം കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സ്കെയിൽ ചെയ്യാനൊക്കെ എന്തായിരിക്കും, സ്കെയിലബിലിറ്റി ഓഫ് ദ ആപ്ലിക്കേഷൻ മച്ച് മോർ ഇംപ്രൂവ്ഡ്. ദെൻ the very important thing is you can do some testing. ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റിംഗ് കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വൽ പാർട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ബിഡ്ജറ്റ് ടെസ്റ്റിംഗ് ചെയ്യാം, ആൻഡ് യു ക്യാൻ ടെസ്റ്റ് യുവർ ക്ലാസ്സസ്. ഇതിനകത്തുള്ള ഡിഫറെന്റ് യൂണിറ്റ്സ് ടെസ്റ്റ് ചെയ്യാം, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യാം. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ബിക്കോസ് ടെസ്റ്റിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യുവർ ആപ്ലിക്കേഷൻ. ബിക്കോസ് നമ്മളിപ്പോൾ ചെറിയ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുമ്പോൾ മേ ബി നിങ്ങൾ ടെസ്റ്റിംഗ് ഒന്നും എഴുതുന്നുണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾ ഒരു എന്റർപ്രൈസ് ലെവൽ ആപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ യു നീഡ് ടു റൈറ്റ് സം ടെസ്റ്റ്. ഓക്കെ,
അപ്പോൾ ദിസ് ഇസ് ദ വേ ഇറ്റ് വർക്ക്സ് ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഞാൻ ജസ്റ്റ് ഒന്ന് അനിമേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, താഴെ നിന്ന് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാറ്റ ഫ്രം ദ ബോട്ടം ആൻഡ് ഇറ്റ് ഈസ് ഹാൻഡ് ഓവർ ദാറ്റ് ഡാറ്റ ടു യുവർ വിഡ്ജറ്റ്സ്. ഓക്കെ, ആൻഡ് വിഡ്ജറ്റ് ഈസ് ഗോയിങ് ടു presentation logic knows how what to present, എന്താണ് പ്രസന്റ് ചെയ്യണം എന്നുള്ള കാര്യം അറിയാം, based on the data you are getting from your remote or local data source. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ലെയേർഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ലെറ്റ് മീ റാപ്പ് ഇറ്റ് അപ്പ്. നമുക്കുള്ള ഡിഫറെന്റ് ലെയേഴ്സ് എന്ന് പറയുന്നത്, these are the different layers. Application, and remember application layer holds the presentation logic and your actual UI. നമ്മളുടെ സ്റ്റേറ്റ്ലെസ് യു ഐസ് ഒക്കെ എവിടെ ആയിരിക്കും വരിക, ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലെയറിനകത്തായിരിക്കും വരിക. ആൻഡ് ദ ഡൊമൈൻ ലെയർ കണ്ടെയ്ൻസ് ഡിഫറെന്റ് യൂസ് കേസസ്, എൻറ്റിറ്റീസ് ആൻഡ് റെപ്പോസിറ്ററീസ്. യൂസ് കേസസ് ആർ നത്തിങ്, they are just methods. Then entities are objects that is returning from your repository. നമ്മളുടെ റെപ്പോസിറ്ററിയിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന ഒബ്ജക്റ്റുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്ട്രിങ് ആവാം, മേ ബി ഇൻഡ് ആവാം, അതല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് മോഡൽ ആവാം. ഇപ്പൊ ഒരു യൂസർ എടുത്തു കഴിഞ്ഞാൽ മേ ബി ഓൾ യൂസറുടെ ഡാറ്റ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ആയിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്ത്. ഒരു പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് എന്നുള്ള എൻറ്റിറ്റി ആയിരിക്കും റിട്ടേൺ ചെയ്ത്. ദെൻ ദ ലാസ്റ്റ് ലെയർ ഇസ് ഇൻഫ്രാസ്ട്രക്ചർ ലെയർ, ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് the remote data source, all the operations related to your data. That means external communication. Okay, ഇവിടെയൊക്കെ നമ്മൾ എല്ലാ ഡാറ്റാബേസ് അഡാപ്റ്റേഴ്സും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കുക, ഈ ഇൻഫ്രാസ്ട്രക്ചർ ലെയർ അല്ലെങ്കിൽ ഡാറ്റ ലെയറിനകത്ത് ഉണ്ടായിരിക്കും. ആൻഡ് ഇവിടെ ഹാപ്പൻ ചെയ്യുന്ന എന്തായിരിക്കും, റിമോട്ട് സോഴ്സ് എന്നോ ലോക്കൽ സോഴ്സ് എന്നോ കിട്ടിയ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും, വി ജസ്റ്റ് പാസ് ദാറ്റ് ഇൻ ടു, മേ ബി ജേസൺ ഡാറ്റ ആയിരിക്കും വരിക, പാസ് ദ ജേസൺ ഡാറ്റ ടു മോഡൽസ്, then hand over the data to repositories. Then repositories will return entities in the use case and hand over him. Then use case is going to hand over the data to your presentation logic, and presentation logic will emit a state, and based on that state the UI is going to update. Okay, and this is what happens in your architecture. I think this is clear to you, and I haven't seen any വീഡിയോ. എൻ്റെ ഒരു ഡിഫിക്കൽട്ടി ആയത് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ ഞാൻ ബുദ്ധിമുട്ടിയിരുന്നത് ഇങ്ങനെയാണ്. ഇത് ഒരു സിംപ്ലസ്റ്റ് വേയിൽ പറഞ്ഞു തരാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. മേ ബി പക്ഷെ മേ ബി അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവാത്തോ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഇതൊരു ആസ് എ ന്യൂ ബി അല്ലെങ്കിൽ ന്യൂ കമർ ആകുമ്പോൾ മേ ബി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു രീതിയിൽ എഴുതി പഠിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ യു ഐ ഉണ്ടാക്കാൻ അറിയാം, ആപ്പ് ബിൽഡ് ചെയ്യാൻ അറിയാം, പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു ഇന്റർവ്യൂ ചെല്ലുമ്പോൾ ഒരു കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് സ്ട്രക്ചേർഡ് വേയിൽ കോഡ് എഴുതാൻ അറിയൂ, യുവർ കോഡിംഗ് സ്റ്റൈൽ, ഹൗ യു ഓർഗനൈസ് യുവർ കോഡ്, ഹൗ യു റൈറ്റ് ടെസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ദിസ് ഈസ് എൻ ഇൻട്രൊഡക്ടറി വീഡിയോ അബൌട്ട് യുവർ ക്ലീൻ ആർക്കിടെക്ചർ, ആൻഡ് വാച്ച് ദിസ് വീഡിയോ. ഇതിൻ്റെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ we are going to implement this in our project. ഈ ഒരു ക്ലീൻ ആർക്കിടെക്ചർ നമുക്ക് നമ്മളെ പ്രൊജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഇനി ഇതിൽ വരുന്ന ഈ ഒരു സീരീസിൽ വരുന്ന നെക്സ്റ്റ് ഒരു 2 to 3 വീഡിയോസ്. ഒറ്റ വീഡിയോയിൽ അത് തീരില്ല, കാരണം ഒരു ചെറിയ ആപ്ലിക്കേഷൻ ആണെങ്കിലും കുറേയേറെ കാര്യങ്ങൾ എഴുതാണ്ടാവും. ആൻഡ് ഐ ഓൾസോ പ്ലാൻ ടു ഡു സം ടെസ്റ്റിംഗ്. ഓക്കെ, മേ ബി നമുക്ക് എല്ലാം ശരിയായി വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനകത്ത് കുറച്ച് ടെസ്റ്റിംഗും കൂടി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫെമിലറൈസ് ചെയ്തു തരാൻ പറ്റുമെന്ന് ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, because I experience such difficulties while I am learning. So അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്ത് ഞാനത് പ്ലാൻ ചെയ്യുന്നത്. മേ ബി അതൊരു നീഡായിരിക്കും, കാരണം ഏത് ജോബ് റിക്വയർമെന്റ് എടുത്താലും നിങ്ങൾക്ക് കാണാം ടെസ്റ്റിംഗ് അറിയോ എന്നുള്ള കാര്യം, നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ടെസ്റ്റ് എഴുതാൻ അറിയോ, ടെസ്റ്റ് കേസസ് എഴുതാൻ അറിയോ എന്നുള്ള കാര്യം. ഓക്കെ, വാച്ച് ദ വീഡിയോ. കഴിഞ്ഞ വീഡിയോ കാണാത്തവരത് കാണും, അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ആൻഡ് വാച്ച് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. Okay, so I need more subscription to move forward. Okay, and expecting comments, likes and shares. Okay, so thank you for watching. See you soon.